തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ഇരുപക്ഷവും അണിനിരന്നു കഴിഞ്ഞു. ആ പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ള ആർജവത്വം ഏതേത് മുന്നണികൾക്കാണുള്ളത് എന്ന് വ്യക്തമായി പരിശോധിച്ചും മാത്രമേ ഇനിമേൽ ഈ സമുദായം വോട്ട് ചെയ്യാൻ സന്നദ്ധമാവുകയുള്ളൂ എന്ന് മൂന്ന് മുന്നണികളോടും മുന്നറിയിപ്പ് തരാനാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. The man making this strong statement is Joseph Pamplani, Archbishop of Talasheri Diocese of Kerala Syro Malabar Church. And he is not alone. Even before elections were officially announced, political leaders across parties were reaching out, trying to gain what is called the Christian vote. But how real is this idea of a unified Christian vote? According to the 2011 census, Christians constitute more than 18% of Kerala's population. That is more than 61 lakh people. That's a significant number, large enough to influence outcomes in several constituencies. But does that automatically translate into a single cohesive voting bloc? Do bishops and priests really have the power to influence how people vote? ക്രിസ്ത്യൻസ് എല്ലാവരും ഒരു ബ്ലോക്കായിട്ട് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ബ്ലോക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഓരോ വ്യക്തികളും ഇപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിലും ഓരോരുത്തരും രാഷ്ട്രീയം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ കാര്യമുള്ള നോക്കിയിട്ട്, അതായത് ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഗുണം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ പാർട്ടിയുടെ അനുസരിച്ച് ചെയ്യും. അങ്ങനെ ഒരിക്കലും ഇല്ല. പണ്ട് ഉണ്ടായിട്ടുണ്ടോന്ന് വെച്ചാൽ ചിലപ്പോൾ അവര് പള്ളികളിൽ ഇപ്പൊ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിച്ച് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. The Christian community in Kerala is not a homogeneous group. There are several subgroups among Christians. The Syrian Christian community is politically dominant in some parts of Kerala. They are further diversified into multiple denominations. The Syro Malabar Catholic Church, Syro Malangara Catholic Church, Malangara Orthodox Syrian Church, Jacobite Syrian Christian Church, Malabar Independent Syrian Church, and the Chaldean Syrian Church. Of this, Syro Malabar Catholics are the largest group with more than 23 lakh members as of 2011 census. 50 ലക്ഷം വരുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികളെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുക. But these figures are disputed. Critics say that Syrian Christian numbers are inflated, while Dalit Christians may be undercounted by as much as 5 times. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ കണ്ടാൽ സിറിയൻ ക്രിസ്ത്യൻസിന് സ്വന്തം വോട്ട് കൊണ്ട് ജയിക്കാവുന്ന ഒരൊറ്റ മണ്ഡലം പോലും കേരളത്തിലില്ല. The advantage that the community lacks in numbers, it makes up for in social influence. That is perhaps why Kerala has several Syrian Christian MLAs. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. ഇവർ റെക്കഗ്നൈസ്ഡ് സെക്ഷൻ ആണ്, സോഷ്യൽ സെക്ഷനാണ്. അത്രയും തന്നെ ജനസംഖ്യ ഉണ്ടെങ്കിലും ദളിതർക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്, റെക്കഗ്നൈസ്ഡ് സെക്ഷനുമല്ല. സ്വാഭാവികമായും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയാറില്ല. ഔദ്യോഗികമായും അല്ലാതെയും സപ്പോർട്ട് പ്രകടിപ്പിക്കാറില്ല. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ഈ സഭാ ആസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും മെത്രാന്മാരെയും മറ്റും കാണുകയും ചെയ്യും. അവരെയൊക്കെ ഇവർ സ്വീകരിക്കും. There is also the other side, the argument that Malayali voters will not heed to the dictates of community leaders. ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പൂർണ്ണമായിട്ടും ഉറപ്പിച്ചു പറയുന്നു, ഓരോ സമുദായ നേതാവിന്റെ വാക്ക് കേട്ടിട്ടോ മത നേതാവിന്റെ വാക്ക് കേട്ടിട്ടോ ആ മതത്തിലുള്ള അണികളോ വിശ്വാസികളോ വോട്ട് മാറി ചെയ്യില്ല. ആ കാലം പോയി. മതനേതാക്കൾ പറയുന്നത് കേട്ടിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് കേരളത്തിലുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല.
കേരളത്തിൽ ഇത്രയും സംസ്കാരമുള്ള സംസ്ഥാനത്ത് അതില്ല. ഇത് വെറുതെ പ്രചരിപ്പിക്കുന്നതാണ്. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. മതവും പൊളിറ്റിക്സും കൂടി മിക്സ് ചെയ്യരുത്. എല്ലാത്തിനും ഉപരി മനുഷ്യത്വം മുന്നിൽ നിൽക്കണം. But everyone covets the church, from Narendra Modi to Pinarayi Vijayan to Ramesh Chennithala. അപ്രകാരം രാഷ്ട്രീയ കക്ഷികൾ ആഗ്രഹിക്കുന്ന എന്താ തെറ്റുള്ളത്? കേന്ദ്ര ഗവൺമെന്റ് NDAയുടെ നേതൃത്വത്തിലുള്ള ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു ഭരണം നടക്കുന്നു. അതുകൊണ്ട് തന്നെയും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിക്കുകയും ഭരണ നേതൃത്വത്തിലുള്ളവരെ വരുമ്പോൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ഏതെങ്കിലും സംഘപരിവാർ രാഷ്ട്രീയത്തെ ഞങ്ങൾ താലോലിക്കുന്നുവെന്നോ അതുമായി ബന്ധപ്പെട്ട് സമരസപ്പെട്ടു പോകുന്നു എന്നോ വ്യാഖ്യാനിക്കുന്നത് മീഡിയകളാണ്. അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ BJPയും സംഘപരിവാറും ഒക്കെ കത്തോലിക്ക സഭയെ ഏറ്റവും കേരളത്തിലെങ്കിലും ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും ഒക്കെ ഒരു യാഥാർത്ഥ്യമായി തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായി അവരുടെ ആവശ്യമായിരിക്കാം അത്. ഈ ക്രൈസ്തവ സമൂഹം BJPയിലേക്ക് ചാഞ്ഞപ്പോൾ ചായാനുള്ള കാരണം എന്തായിരുന്നു ആലോചിക്കണം. അവര് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ മേൽജാതിയിൽപ്പെട്ട കുറെ ആഠ്യന്മാരായിട്ട് പരിഗണിക്കാൻ തയ്യാറായി. The Syrian Christians in Kerala claim Brahmin lineage, a theory disproven by historians. അതായത് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവര് അവർ തങ്ങളെ തന്നെ കാണുന്നത് ഞങ്ങളൊരു ആദ്യ ക്രൈസ്തവരാണ്, മറ്റുള്ളവർ അനാഠ്യന്മാരാണ്. അപ്പം ആദ്യരായ ഞങ്ങള് നമ്പൂതിരിമാരിൽ നിന്ന് മാർഗം കൂടിയവരാണ്. ഇവരൊരു കമ്മ്യൂണിറ്റി ആണ് എന്നുള്ളത് ഉറപ്പ്. Their caste. Islamophobia became at one point a unifying factor between the self-proclaimed superior group of Syrian Christians and the BJP. Actually, Islamophobia is a reality within the Christianity itself. Islamophobia is used as a tactic maybe to start a rapport with the BJP. Apart from many official meetings between church leadership and BJP leaders, a significant moment came when Pala Bishop Joseph Kalarangad publicly raised allegations of love jihad and narcotic jihad. These narratives were then echoed by several other church leaders. മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നത കേരളത്തിൽ സൃഷ്ടിക്കാനായിട്ട് കുറേയൊക്കെ അത് ഒരു വർഷങ്ങളായി നടത്തിയ ഒരു പരിശ്രമം BJP ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അത് പക്ഷേ തീവ്ര ഹിന്ദുത്വ ശക്തികൾ, ഇപ്പോൾ സംഘപരിവാറിലെ പല സംഘടനകളുമാണ് അത് ചെയ്തിരിക്കുന്നത്. Now so many Christian people are coming to BJP. The Bharatiya Janata Party has been steadily expanding its outreach among Christian communities in Kerala. In January 2025, they reworked the party's state structure, appointing 3 Christian leaders as district presidents. Aim was clear: build a stronger grassroots connect. At the local level, the outreach is constant. During Christmas and Easter, for instance, BJP leaders visit Christian homes, turning festivals into moments of political engagement. But this is not just symbolic. The BJP has been strategically engaging with sensitive social issues, especially around interfaith relationships. Narratives like love jihad are amplified, tapping into community anxieties. Through its minority mocha and allied groups like Christian Association and Alliance for Social Action, CASA, the party reaches out directly to families, often positioning itself as a protector of their concerns. ക്രിസ്ത്യൻ വോട്ടുകൾ കുറെ BJPയിലേക്ക് തിരിയുന്നുണ്ടെന്നുള്ളൊരു അവലോകനമുണ്ട്. ശരിയാണ്? അത് ഇപ്രാവശ്യം അനുഭവിച്ചോളൂ. അത് ഇപ്രാവശ്യം അനുഭവിക്കും. അങ്ങനെ തിരിയുന്നുണ്ടെന്നാണ് അർത്ഥം? ഒന്നുമില്ല. ക്രിസ്ത്യാനി BJPയിലേക്ക് മാത്രമല്ല, മറ്റുള്ള എല്ലാ പാർട്ടിയിലേക്കും പോകണമെന്നുണ്ടല്ലോ. ശരിയാണോ ചോദിച്ചാൽ ചിലപ്പോ കുറച്ചൊക്കെ പോകുന്നുണ്ടാവും. എന്ന് വെച്ചാൽ BJP ആൾക്കാരും ചിലപ്പോ ആൾക്കാർ നോക്കുമല്ല, അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവർ നോക്കുമല്ല. അങ്ങനെ ചിലപ്പോ പോകുന്നുണ്ടാവും. But there is also a contradiction. Attacks on Christians in parts of North India have not gone unnoticed in Kerala, and that continues to shape how the community responds. ഇപ്പം ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള കേരളത്തിലുള്ളവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. അപ്പം ഇവിടെ കേക്ക് കൊണ്ട് തരുന്നവര് അവിടെ കൊടുക്കുന്നത് കേക്കല്ല, പകരം അടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് അത് കണ്ടതാണ്. More recently, the FCRA Amendment 2 has triggered a pushback from churches.
the debate over whether the community functions as a political vote bank continues in the state's political discourse.